ശ്രീ ഇ ചന്ദ്രശേഖരൻ, അങ്ങേക്ക് 10 മിനിറ്റ്. സർ, ഈ ധനവിനിയോഗ ബില്ലിനെ ഞാൻ അനുകൂലിക്കുന്നു. സർ, ഈ കേരളം ഏറ്റവും കൂടുതൽ തുക ചെലവഴിക്കുന്നൊരു മേഖല ആരോഗ്യ മേഖലയാണെന്ന് അറിയാമല്ലോ. സർ, കുടുംബക്ഷേമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കാണ് കൂടുതൽ പണം ചെലവഴിക്കേണ്ടി വരുന്നത്. ഈ മഴക്കാലത്ത് തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം, ഷിഗല്ല എന്നിവ ഉൾപ്പെടെ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടെ ഇന്നുവരെ ഇല്ലാത്ത വിധം സംസ്ഥാനത്തെ ശിക്ഷിക്കുന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത് എന്നും അറിയാവുന്ന കാര്യമാണ്. സർ, അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖലയിൽ മാതൃകാപരമായ ഇടപെടലാണ് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടത്തിയിട്ടുള്ളത്. ബഹുമാന്യായ ശൈല ടീച്ചർ നമ്മുടെ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് ആദ്യ LDF സർക്കാരിൻ്റെ കാലത്തും തുടർന്ന് ഇപ്പോൾ വന്ന LDF സർക്കാരിൻ്റെ കാലത്തും ഈ നേട്ടങ്ങൾ നിലനിർത്തി കൂടുതൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. സർ, ലഭ്യമായ കണക്കുകളനുസരിച്ച് പൊതുജനാരോഗ്യത്തിൻ്റെ അടിസ്ഥാന സൂചകങ്ങളായ ശിശുമരണ നിരക്ക് ജനിക്കുന്ന 1000 കുട്ടികളിൽ 5-ന് താഴെയും മാതൃമരണ നിരക്ക് 1 ലക്ഷം പ്രസവങ്ങളിൽ 20-ന് താഴെയും എന്ന നിലയിൽ കേരളം മറ്റെല്ലാ സംസ്ഥാനങ്ങളെക്കാൾ ബഹുദൂരം മുന്നിലാണ് എന്ന് നമുക്കറിയാം. ഇന്ത്യയിൽ ഏറ്റവും അധികം സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം കേരളമാണ്. സർ, ഏറ്റവും അധികം ചികിത്സാ സഹായം നൽകുന്ന സംസ്ഥാനം ഏതെന്ന ചോദ്യത്തിന് ആരോഗ്യമന്ത്രൻ പുരസ്കാരം നാം തുടർച്ചയായി നേടുന്നു. എന്ന് മാത്രമല്ല, ചികിത്സാ സഹായത്തിനായി സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്ന തുക സർ, അതിനായി കേന്ദ്രം നീക്കിവെക്കുന്ന പണത്തിൻ്റെ 10 ഇരട്ടിയാണ്. സർ, അപൂർവ രോഗങ്ങളുടെ ചികിത്സയ്ക്ക് കാരുണ്യ ആരോഗ്യ സുരക്ഷാ ഇൻഷുറൻസ് പദ്ധതിയും പൊതു ചികിത്സാ മേഖലയിൽ സർക്കാരിൻ്റെ മുതൽ മുടക്കും സമന്വയിപ്പിച്ച് താങ്ങാനാവാത്ത വിധമുള്ള ഭാരിച്ച ചികിത്സാ ചെലവുകൾ ഉണ്ടാകുന്നു എന്നതാണ് വസ്തുത. സർ, സർക്കാർ നിയന്ത്രിത ക്രൗഡ് ഫണ്ടിംഗ് മാർഗങ്ങൾ ഉപയോഗിച്ച് ആരോഗ്യവകുപ്പ് തന്നെ ധനസഹായം നേടിക്കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സർ, മികച്ച ആശുപത്രികൾക്കുള്ള ദേശീയ അംഗീകാരം നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് ഏറ്റവും അധികം ലഭിക്കുന്നത് തുടർച്ചയായി കഴിഞ്ഞ 3 വർഷവും നമ്മുടെ സംസ്ഥാനത്താണ്. സർ, മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ ചരിത്രത്തിലാദ്യമായി രാജ്യത്തുള്ള മികച്ച മെഡിക്കൽ കോളേജുകളുടെ കൂട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജും അതുപോലെ ഡെൻ്റൽ കോളേജും ഇടം പിടിച്ചിരിക്കുകയാണ്. കേരളത്തിന് ആദ്യമായി ഒരു ഏകീകൃത പൊതുജനാരോഗ്യ നിയമം കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് ഉണ്ടാകുന്നത് 2023-ലാണ്. സർ, ആരോഗ്യ സൂചകങ്ങളുടെ ഏത് അളവുകൾ വെച്ച് പരിശോധിച്ചാലും രാജ്യത്തെ ഏതൊരു സംസ്ഥാനത്തെക്കാളും ബഹുദൂരം മുന്നിലാണ് കേരളം എന്ന് കാണാൻ കഴിയും. സർ, ഇത് പറയുമ്പോഴും കേരളം ആരോഗ്യ മേഖലയിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല എന്നത് നാം കാണണം. ഇക്കാര്യം ഏറ്റവും ഉറക്കെ പറയാൻ ആർജവം കാണിച്ചിട്ടുണ്ട് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി എന്ന വസ്തുതയും ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. സർ, ജീവിതശൈലി രോഗങ്ങളുടെ കടന്നുവരവും പുത്തൻ പകർച്ചവ്യാധികളും ആരോഗ്യമേഖലയുടെ അമിതമായ സ്വകാര്യവൽക്കരണവും വർദ്ധിച്ച ചികിത്സാ ചെലവും ഒക്കെ ചേർന്ന് ആരോഗ്യത്തിൻ്റെ കേരള മോഡൽ എന്ന സങ്കല്പത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സർ, അടിസ്ഥാന മേഖലയെ ശക്തിപ്പെടുത്തുന്ന ആർദ്രം 2 പൊതുജനാരോഗ്യ കേഡർ, പൊതുജനാരോഗ്യ നിയമം തുടങ്ങിയതിലൂടെ പുതിയ പ്രശ്നങ്ങളെ നേരിടാനുള്ള മറ്റൊരു കേരള മോഡൽ സൃഷ്ടിക്കാനാണ് കേരളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, ആധുനിക കേരളം ലോകാതുരതയാണ് നേരിടുന്ന ഏറ്റവും വലിയ പൊതുജനാരോഗ്യ ഭീഷണി. 30 വയസ്സിന് താഴെയുള്ളവർ 3-ൽ ഒരാൾക്ക് രക്താതിമർദ്ദവും 4-ൽ ഒരാൾക്ക് പ്രമേഹവും എന്ന ലോകത്തിലെ തന്നെ ഉയർന്ന നിരക്കുകളിൽ ഒന്നാണ്. അതാണ് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്നത്. സർ, ഇവയെ നേരിടുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് 2006-ലെ ഇടതുപക്ഷ സർക്കാരാണ്. കഴിഞ്ഞ 3 വർഷക്കാലത്തെ ഈ രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും നാം കാര്യമായി മുന്നോട്ട് പോയിട്ടുണ്ട് എന്നത് കാണാൻ കഴിയും. എങ്കിലും ഈ മേഖലയിൽ നാം ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സർ, കേരളത്തിൻ്റെ വർദ്ധിച്ചു വരുന്ന രോഗാതുരത എന്നതിൻ്റെ കാരണങ്ങൾ കണ്ടെത്താനും പരിഹരിക്കാനും നമുക്ക് കഴിഞ്ഞേ തീരും. അല്ലെങ്കിൽ മരുന്ന് ദീനികളുടെ ഒരു നാടായി കേരളം തളരും എന്നുള്ളതിൽ സംശയമില്ല. സർ, ഇക്കാര്യം സഭയും സർക്കാരും പൊതുസമൂഹവും ഉൾക്കൊള്ളേണ്ട കാര്യമാണ്. ആളുകളുടെ ശരാശരി പ്രായം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സംസ്ഥാനമാണ് കേരളം. നമ്മുടെ നാട്ടിലെ 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ശതമാനം ഇന്ത്യൻ ശരാശരിയുടെ ഇരട്ടിയോളം വരും. സർ, അതുകൊണ്ട് തന്നെ പ്രായാധിക്യമുള്ളവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് വളരെ വലിയ വെല്ലുവിളിയാണ്. ഇക്കാര്യം ബഹുമാനപ്പെട്ട മന്ത്രി പല പ്രാവശ്യം കൂടെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതുമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മാത്രം 1 മാസം അഡ്മിറ്റ് ചെയ്യുന്ന വൃദ്ധജനങ്ങളുടെ എണ്ണം 3000 കണക്ക്. ഈ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി നൽകിയ മറുപടിയിൽ അതുണ്ട്. കോട്ടയത്ത് ഇത് 2800-ഉം തൃശ്ശൂരിൽ 2975 എന്ന നിലയിലാണ്. എന്തുകൊണ്ട് ചില ജില്ലകളിൽ ജനസംഖ്യക്ക് ആനുപാതികമല്ലാതെ വൃദ്ധജന രോഗികൾ ഉണ്ടാകുന്നു?
ഉണ്ടാകുന്ന രോഗികളുടെ എണ്ണത്തിന് ആനുപാതികമായാണോ നമ്മൾ വൃദ്ധജന ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്? ആരോഗ്യ ആസൂത്രണം, നയരൂപീകരണം എന്നിവയിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന നിലയ്ക്ക് ഇത് മുഴച്ചു നിൽക്കുകയാണ് സാർ. നമ്മുടെ പ്രാഥമികാരോഗ്യ തലങ്ങളിലും ഗ്രാമസഭകളിലും വികസനത്തെ മുൻനിർത്തി പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ പ്രായാധിക്യമുള്ളവരുടെ എണ്ണത്തിലും ശതമാനത്തിലും വരുന്ന വർധനവും അത് ഉയർത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങളും പരിഗണനയിലേക്ക് വരുന്നുണ്ടോ, അവയെ എങ്ങനെ നേരിടാം എന്നുള്ള കാര്യങ്ങളും നമ്മുടെ പരിഗണനയിൽ വരേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകർ അവരുടെ ഭവന സന്ദർശന പരിപാടികൾ വൃദ്ധജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകേണ്ടതായിട്ടുണ്ട്. സർ, കുട്ടികളിൽ പോലുമുള്ള രോഗങ്ങളുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉയരുന്ന ആധിക്യം നിയന്ത്രിച്ചില്ലെങ്കിൽ അവ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾക്ക് വലിയ വെല്ലുവിളി വരും. മാത്രമല്ല, താങ്ങാനാകാത്ത ചികിത്സാ ചെലവുകളിലേക്ക് സംസ്ഥാനത്തെ തള്ളിവിടുകയും ചെയ്യും. അങ്ങനെ വന്നാൽ നമ്മൾ അഭിമാനത്തോടെ പറയുന്ന കേരള ആരോഗ്യ മാതൃക അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ഇനിയും ഏറെ പണിപ്പെടേണ്ടതായിട്ടുണ്ട് എന്നാണ് കാണുന്നത്. സാർ, സംസ്ഥാനത്തെ ക്യാൻസർ ചികിത്സാ രംഗത്ത് വലിയ മുന്നേറ്റമാണ് ഉണ്ടായത്. ജീവിതശൈലി രോഗങ്ങളുടെ ക്യാൻസറിനെ നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാനായി സർക്കാർ ആർദ്രം ജീവിതശൈലി രോഗനിർണയ ക്യാമ്പയിൻ ആരംഭിച്ചു. 30 വയസ്സിന് മുകളിലുള്ള 1.54 കോടിയിലധികം പേരുടെ സ്ക്രീനിംഗ് നടത്തി. 46,000-ഓളം പേരെ ക്യാൻസർ പരിശോധനയ്ക്ക് RCCയിലും അതുപോലെ വിധേയരാക്കി. സർക്കാർ മേഖലയിൽ ആദ്യമായി ക്യാൻസറിന് റോബോട്ടിക് സർജറി RCCയിലും MCCയിലും ആരംഭിച്ചു എന്നത് നമുക്ക് കാണാൻ കഴിയും. ക്യാൻസർ ഗിഡും ക്യാൻസർ കെയർ ഷൂട്ടും ആരംഭിച്ചു. സർ, പക്ഷേ ക്യാൻസർ ആശുപത്രികളിലെത്തുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം നമ്മളെ അമ്പരപ്പിക്കുന്നതാണ്. കാരണം തേടുമ്പോൾ പഠിച്ച കാര്യങ്ങളും ഗവേഷണങ്ങളും മതിയാകാതെ പോകുന്നു. എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തിയേ മതിയാവും. സർ, കേരളത്തിലെ ഹൃദയാഘാതത്തിൻ്റെ തോത് ലോകത്ത് തന്നെ ഏറ്റവും ഉയർന്നതാണ്. ഹൃദ്രോഗ ചികിത്സയുടെ കാര്യത്തിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ രോഗികളെത്തുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജ് പോലെയുള്ള സ്ഥാപനങ്ങൾ വിജയകരമായി ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ വലിയ ആശുപത്രികളിലും കാത്ത് ലാബ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ആരോഗ്യ മേഖലയിൽ വലിയ തോതിൽ പണം മുടക്കിക്കൊണ്ടാണ് ഇതൊക്കെ തന്നെ ചെയ്യുന്നത്. സർ, അപ്പോൾ ഹൃദയാഘാതം മൂലമുള്ള മരണങ്ങൾ തടയുന്നതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത്തരം ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ആൾക്കൂട്ടത്തിനിടയിൽ ഒരാൾക്ക് ഹൃദയാഘാതമുണ്ടെങ്കിൽ ചുറ്റുമുള്ളവർക്ക് അത് കണ്ടെത്താനും അവരെ തത്സമയം അടുത്തെത്തുന്ന ആശുപത്രികളിലെത്തിക്കാനും ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ചികിത്സയ്ക്ക് വിധേയരാക്കാനും കഴിയണം എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. സർ, ഗ്ലോബൽ ബർഡൻ ഓഫ് ഡിസീസ് പഠനങ്ങളനുസരിച്ച് ഇനിയുള്ള വർഷങ്ങളിൽ ആഗോള വ്യാപകമായി തന്നെ വിഷാദരോഗം ഉൾപ്പെടെയുള്ള മാനസിക പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ്. കേരളത്തിൽ അതിനുള്ള സാധ്യത 10-ൽ ഒരാൾക്കെങ്കിലും ഇതുണ്ടാകുമെന്നാണ്. ചികിത്സ ആവശ്യമായ രീതിയിൽ വിഷാദരോഗമുണ്ട്. എന്നാൽ കണക്കുകൾ കാണിക്കുന്നത് ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങളുടെ ആധിക്യമുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുക്കുമ്പോൾ ഇനിയും കൂടുതൽ പരിഗണന ഈ മേഖലയിൽ ഉണ്ടാകേണ്ടതായിട്ടിരിക്കുന്നു. നമ്മുടെ ആരോഗ്യ മേഖല കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു അരികവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. സർ, അതിൽ ഗിരിവർഗ വിഭാഗങ്ങൾ, ആദിവാസികൾ, അതുപോലെ തീരദേശവാസികളായ ആളുകൾ ഉൾപ്പെടെയുള്ളവരാണ് ഏറ്റവും കൂടുതൽ ഈ കാര്യത്തെ ശ്രദ്ധിക്കപ്പെടേണ്ടത്. ഈ വിഭാഗങ്ങൾക്ക് പുറമെ അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ നമുക്ക് പ്രത്യേകമായി ശ്രദ്ധയുണ്ടാകേണ്ടതായിട്ടുണ്ട്. സർ, കോവിഡ് പടർന്നു പിടിച്ച സമയത്ത് അതിൻ്റെ ഏറ്റവും വലിയ ദുരിതമനുഭവിച്ച് തീരദേശ മേഖലയിൽ തിങ്ങിപ്പാർക്കുന്നവരായിരുന്നു. അവിടെയുള്ള ജനസംഖ്യയിൽ നമുക്കിനിയും അതിൽ വലിയ തോതിൽ അവിടേക്ക് കടന്നു ചെല്ലാനും അവരുടെ ചികിത്സാ സൗകര്യം ഉറപ്പാക്കാനും കഴിയേണ്ടതായിട്ടുണ്ട്. സർ, ഇന്ന് ലോകവ്യാപകമായി ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പൊതുജനാരോഗ്യ സംരക്ഷണ രീതിശാസ്ത്രമാണ് ഏകാരോഗ്യം. ഏകാരോഗ്യ രീതി അവലംബിക്കുമ്പോൾ ചില മേഖലകൾ കൂടി നാം പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ആൻറ്റിബയോട്ടിക് അതിജീവനത്തെ നേരിടുക എന്നതാണ്. ആൻറ്റിബയോട്ടിക്കുകൾ കൊണ്ട് ചികിത്സിച്ച് മാറ്റാൻ കഴിയാത്ത അണുബാധകൾ ഒരു മഹാമാരി പോലെ നമ്മുടെ സമൂഹത്തിൽ ലോകമെമ്പാടും പടർന്നു പിടിക്കുകയാണ്. ഇക്കാര്യം ശ്രദ്ധ ക്ഷണിക്കലിലൂടെ കഴിഞ്ഞ സമ്മേളനത്തിൽ ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയും ചെയ്തിരുന്നതാണ്. സർ, ഈ സന്ദർഭത്തിലൊരു കാര്യം കൂടി, ഇന്നലെ നമ്മുടെ മാതൃഭൂമി പത്രത്തിൽ വന്ന പ്രധാനപ്പെട്ട വാർത്ത ലോകത്തെ പൊതുവായി ഉള്ള വൃക്കാരോഗങ്ങളുടെ കാര്യത്തിൽ കുട്ടികളിൽ അതുണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഭീതി ഉണ്ടാക്കുന്ന പ്രശ്നമാണ് നിലനിൽക്കുന്നത്. സർ, അതിൽ ആഗോളതലത്തിൽ 18 വയസ്സിന് താഴെയുള്ളവർ 2%, അത് നമ്മുടെ ഇന്ത്യയിൽ അത് 4.9% പറയുന്നത്. സർ, അതുപോലെ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട വിഷയമായി പറയാൻ ആഗ്രഹിക്കും. കാസർഗോഡ് ജില്ലയിലെ ആരോഗ്യ മേഖലയിൽ നടത്തേണ്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ. സർ, കാസർഗോഡ് മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 2016 ശേഷമാണ് സജീവമായി മുന്നോട്ട് പോയത്. എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിൻ്റെ അന്തിമഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോയി. പക്ഷേ അതിന് കിഫ്ബി 160 കോടി രൂപ അതിന് അനുവദിച്ചിട്ടുണ്ട്. അത് ലഭ്യമാക്കാനുള്ള നടപടി കൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. സർ, അതുപോലെ ജില്ലാ ആശുപത്രി എൻ്റെ നിയോജക മണ്ഡലത്തിലാണ്. അതേ താലൂക്ക് മലയോര മേഖലയിലെ വെള്ളരിക്കുണ്ട് താലൂക്കിൻ്റെ ആശുപത്രി എൻ്റെ നിയോജക മണ്ഡലത്തിലാണ്. ഈ മേഖലകളിലൊക്കെയുള്ള ഏറ്റവും ഗൗരവതരമായ വിഷയങ്ങളും അവിടെ അടിയന്തരമായി ഉണ്ടാകേണ്ട സഹായങ്ങളെ സംബന്ധിച്ച് ബഹുമാന്യായ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഞാൻ നേരത്തെ അതുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിച്ചു. സർ, ഒരൊറ്റ മിനിറ്റ്. കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സവിശേഷമായ കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. പ്രായാധിക്യമുള്ളവരുടെ എണ്ണവും പ്രവാസം ഉൾപ്പെടെയുള്ള ജനസംഖ്യാപരമായ പരിഗണനകളും വേഗത്തിൽ മാറുന്ന കാലാവസ്ഥ, നിലനിൽക്കുന്ന രോഗാവസ്ഥകൾ, വരുന്ന മാറ്റം, വിഭവങ്ങളുടെ അപര്യാപ്തത തുടങ്ങി ഒട്ടേറെ വെല്ലുവിളികൾ നാം നേരിടുന്നു. സർ, ഒരു വാചകം. ഈ വെല്ലുവിളി നേരിടാൻ കഴിയുന്ന രീതിയിൽ പൊതുജന പങ്കാളിത്തത്തോടെ നമ്മുടെ പൊതുജനാരോഗ്യ നയം രൂപപ്പെടണം. പൊതുജന പങ്കാളിത്തത്തോടെ എന്നത് ഞാൻ അടിവരയിട്ട് പറയുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടായില്ല. ഈ പൊതുജനങ്ങളുടെ കൂടി പിന്തുണ ഇതിൽ സജീവമായി ഉണ്ടാകണം എന്നീ സന്ദർഭത്തിൽ സൂചിപ്പിച്ചു.